അപ്പോഴേ ഇങ്ങനെ ഒരാളോട് ഇരിപ്പുണ്ട്. കാഴ്ച കണ്ട് നമ്മുടെ കാര്യങ്ങൾ മറന്നോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുള്ള കാഴ്ച ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളു. അടങ്ങുന്നു നീ അടുത്തിരി. താഴെ വലിയ താഴ്ചയാ. പോകുന്ന അങ്ങോട്ട് പോട്ടെ, നമുക്ക് ഒരുമിച്ച് അങ്ങ് മരിക്കാമല്ലോ. അയ്യോ കാറ്. ഗോവാല അത് പേശകാണല്ലോടാ ഗോവാല. ഇടാ ശരി. അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എവിടെ പോന്നു? ഹലോ, എങ്ങോട്ടാണ്? അങ്ങളേ അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. സൈഡ് ഒതുക്കിക്കൊടു, അയാളങ്ങ് പോയിക്കോട്ടെ. പറഞ്ഞു പോകാനൊന്നും അല്ലെന്നേ, അവന്റെ രോഗം വേറെയാ. വേണ്ടി പരിശ. ഹലോ, റോക്കറ്റിൽ കാണിക്കുന്നു, അടിച്ച് പല്ലിയം കളയും. നിങ്ങൾ ചൂടാവാതെ. ഞാൻ ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടിൽ മഴയുണ്ടോ? ഞാനെന്താ കാലാവസ്ഥ നിരീക്ഷണം? ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിൽ എങ്ങനെയാ, മഴയുണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വേലേ മനസ്സ് വെച്ചാൽ മതി. ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടം വരെ എത്തിയത്. ഒറ്റത്തരം കാണിച്ചാൽ അതിലും വലിയ കെട്ടിയാ പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടിൽ മഴയുണ്ടോ? Is it raining in Kerala? ആണുങ്ങൾ സംസാരിക്കണോ? അയ്യോ, അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാരണയുടെ കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനെന്താ, ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ദെയർ ഇൻ ദ ഗെയിം. വണ്ടിയുടെ ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. സൂട്ട് റൂം ഉണ്ടല്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് തോമസ് ചാക്കോ. സാറിന്റെ വൈഫാണോ? എന്താ എനിക്ക് പിടിച്ചില്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് പറഞ്ഞാൽ വേറെ വല്ല അർത്ഥമുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാറ് വന്നപ്പോ വേറൊരു സ്ത്രീ ആയിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുള്ള നിയമമൊന്നുമില്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയേണ്ടത്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് പനിമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെങ്കിൽ തരിക. അല്ല, ജീവചരിത്രം ബയോഡാറ്റ എന്ന് അറിയണ്ട. അപ്പം തിന്നാ മതി, ഒഴി എണ്ണണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ.
മോനെ, എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലി ആയിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കുന്നത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞ കഷ്ടമാണല്ലോ. എന്താ പ്രശ്നം? ഞാൻ രജിസ്റ്ററിൽ എഴുതാൻ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സാർ. സാറിനെ പോലുള്ള ആളെ കണ്ടറിഞ്ഞൂടെ? ഡീസന്റ് ആയിട്ടുള്ള ആളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. രജിസ്റ്ററുള്ള പിന്നെ എഴുതാം. ആ സൂട്ട് റൂമിന്റെ കീങ് എടുക്ക്. സർ, സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ മൂഡ് ഔട്ട്? ലേറ്റ് ആയതിന് കണക്കാണോ? ഒരു ഹെൽപ്പ് ലേറ്റ് ആയിപ്പോയി എന്റെ പൊന്നുമോളെ. വാ വാ, വണ്ടി വിടറാ. എത്ര നേരമായി കാത്തിരിക്കുന്നറിയോ? അയ്യോ, വണ്ടി വഴിയിൽ ബ്ലോക്ക് ആയി പോയിട്ടില്ല മോളെ. ഇണങ്ങിയോ? മുല്ലപ്പൂമാലയൊക്കെ ചൂടി നല്ല ഫോമിലാണല്ലോ. വണ്ടി വിടാം. വിഷ്ണുവിന്റെ എത്രാമത്തെ ബർത്ത്ഡേയാ? 31ാമത്തെ. കഴിഞ്ഞ 30 വർഷങ്ങൾ എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാവുന്നു. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു ഹോട്ടലിൽ ഈ സമയത്ത്. രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടുന്ന് പോയേക്കാം. ഇഷ്ടമില്ലെന്നിട്ടല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം ഒന്ന് നിർത്തിക്കേ പ്ലീസ്. ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ എങ്ങനെ പോയിരിക്കണം. അയ്യ അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട, ഇച്ചിരി ഓവർ ആകുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തറയുന്നാ മതി, തോളെ കയറരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ. എന്താ വിഷ്ണുട്ടാ? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ ഇറങ്ങിക്കോ. അയ്യോ, ഇവിടെ വേണ്ട, കുറച്ചുകൂടി മാറ്റി നിർത്തൂ. ആരെങ്കിലും കാണും. ആരും കാണാത്ത ഇപ്പൊ ഏത് ലോകത്താ ടീച്ചറെ? എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ? അയ്യോ വേണ്ട. എന്റെ പൊന്നി ടീച്ചറെ, ഇത്ര പേടിക്കാനൊന്നുമില്ല. നാട്ടുകാർക്ക് ഇപ്പൊ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനൊന്നും അല്ല നേരം. വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം. അതിനെന്താ? വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ? അങ്ങേരെ ആള് വളരെ ഡീസന്റാ ടീച്ചറെ.
ഇവിടെ ഇറങ്ങിക്കോ, ആരും കാണില്ല. വേണമെങ്കിൽ പള്ളി കയറി ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഗോപാല, വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന്. ഞാൻ വരില്ല, എനിക്ക് വയ്യ ടെൻഷൻ. എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നാലാൾ അറിഞ്ഞെന്നെ വിളിക്കട്ടെ. ഇനിയും നീട്ടുന്ന എന്തിനാ? നേരിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആകട്ടെ അമ്മയോട് പറയട്ടെ എന്നൊക്കെയാ പറയുന്നേ. അത് ശരിയാ, അമ്മയോട് ആലോചിക്കാൻ സാർ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ സാറിന് പേടിയാ. ആ ടീച്ചർ ഇറങ്ങിയട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും. ഗോപാല, ഇതിരിക്കട്ടെ. അയ്യേ, ഛെ, ഒന്നും വേണ്ട ടീച്ചറെ, ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം. ഓ ഭാഗ്യവാൻ. മാല, മുല്ലപ്പൂമാല, പൂമാല. സോഡാക്കുപ്പി, ഓ കള്ളക്കളവാ. കണ്ണും ചെവി മൂക്കൊന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഒളിഞ്ഞു നോട്ടും സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ? അതേ ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. അതിനുശേഷമേ ഞാൻ കണ്ണാട വെച്ചിട്ടുള്ളൂ. ഇപ്പൊ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതും ചെവിയിൽ വെച്ചത്. അതുവരെ ഇവിടെ എന്ത് നടന്നു എന്ന് നാടുനാര് കേൾക്കുണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ട ഈ മുറിയിൽ വന്ന് റൊമാൻസ്. അല്ല, അത് ചൂടിയ പൂവാണെങ്കിലും പൂവല്ലേ, അത് മുല്ലപ്പൂ. ഒന്ന് വാസനിച്ച് നോക്കില്ല, എന്താ തെറ്റ്? ഞാനൊരു മനുഷ്യനല്ലേ. അല്ല, കൊണ്ടാക്കിയോ? ആര്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല. പിന്നല്ലേ തലയിടല്. ഹലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. സാറിങ് വന്നിട്ട് പോരാ, നേരം വെളുത്തല്ലേ ഉള്ളൂ. അതിനും പാണോ മറ്റത്? സാറ് ചാട്ടവും ഓട്ടവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും. അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ? അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ. നമുക്ക് വയറാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തോന്നും പോരട്ടെ. എനിക്ക് അതുവരെ കാത്തിരിക്കാനൊന്നും നേരമില്ല. ഇതാണ് പറഞ്ഞ അവനൊരിക്കേണ്ടടുത്ത് അവനൊരുത്തലേക്ക് അവിടെ പട്ടി കയറിയിരിക്കുന്നു. എന്താ പറഞ്ഞില്ല. അടുക്കളക്കാരന്റെ കാര്യം നോക്കിയാ മതി. അത്രേ ഉള്ളൂ. അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാൽ മതി. വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കുക. അല്ലാതെ നാട്ടുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെ ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അതാ പകട. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഈ തമാശ എന്നോട് വേണ്ട. ഒന്ന് പോടാ അവിടുന്ന്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിൾ ഓടി തളർന്നോ? ഹേ, തളരേ. 10-12 കിലോമീറ്റർ ഞാൻ വളരെ ഈസി ആയിട്ട് ഓടും. ഒന്ന് കിതയ്ക്ക പോലുമില്ല. നല്ല സ്റ്റാമിന അല്ലേ. ജയ വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. താങ്ക് യു അങ്കിൾ. ജയ എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നൂ. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. ജയ വ്യായാമം ചെയ്യാറുണ്ട്? ഇല്ല. പിന്നെ ഇത്ര ഷേപ്പും ഭംഗിയൊക്കെ എങ്ങനെ കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിയതാ. പോട്ടെ അങ്കിൾ. എത്ര ധൃതി. അയ്യോ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനോ? എന്താണ് സബ്ജക്ട്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണോ? അതെന്റെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലേ. ജയക്ക് അറിയോ? ഐ ആം MSc ഇൻ മാത്തമാറ്റിക്സ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ആഹാ. ആ, എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പഠിപ്പിച്ചു തരില്ലേ? അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇറ്റ്സ് എ പ്ലഷർ. നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ. ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി, മൈ ഡിയർ സ്വീറ്റി. എന്താ, ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അങ്കിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം.